അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഞങ്ങളും ഇവിടുത്തെ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തു. നമ്മുടെ നാട്ടിലെ ഫ്ലിപ്കാർട്ടിനെ പോലെ തന്നെ ഇവിടെ ഒരു ആപ്ലിക്കേഷനാണ് ടീമു. അപ്പോൾ അവിടെ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് വന്നിരിക്കുന്നത് നോക്കാം. പാക്കിംഗ് ഒക്കെ കുറച്ച് സേഫ് ആയിട്ടൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് വലിയ പെട്ടീനെ തുറക്കാം. കുറേ വടിപോലത്തെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. യെസ്, ഒരു ഷെൽഫ് പോലത്തെ ഒരു സാധനമാണ്. പിന്നെ കുറേ കാലും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതിൻ്റെ വാഷറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജോയിൻ ചെയ്താലേ അതൊരു ഷെൽഫ് പോലെ ആവുള്ളൂ. നോക്കാം നമുക്ക് ലാസ്റ്റ് എല്ലാം കൂടി നമുക്കൊന്ന് ജോയിൻ ചെയ്ത് നോക്കാം. ഇനി ഒരു പെട്ടിങ് വേണ്ട, മൊത്തം 3 കൂടി ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനിയൊരു കുഞ്ഞൻ പെട്ടിയാണ്. അപ്പോൾ അതിനകത്ത് എന്താണ് നോക്കാം. തെർമോകോളെല്ലാം ഇട്ടിട്ട് നല്ല സേഫായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഫ്രജൈലാവാൻ ചാൻസസ് ഉണ്ട്. എന്താ നോക്കാം. ഫ്രജൈലായിട്ടുള്ള സാധനമാണ് ഇത്. 2 ആനക്കുട്ടികളാണ്, ഒന്ന് വലുതും ഒന്ന് ചെറുതും. ഇത് ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കാനുള്ള സാധനമാണ്. എന്താ ഭംഗിയില്ലേ? ഇത് എവിടെ വെക്കണം എന്നൊക്കെ തീരുമാനിക്കണം. ഇനി ഒന്നും കൂടി കിട്ടാം. മൊത്തം 3 ഉണ്ട്. 3 ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്നതാണ്. ഓക്കെ, കൊള്ളാം. പക്ഷെ ഞങ്ങൾ പിക്ചറിൽ കണ്ടപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി വലുതാണ് പ്രതീക്ഷിച്ചത്. ചെറുതാണ് വന്നത്. കുഴപ്പമില്ല. അടുത്തത് വീണ്ടും ഒരു ചെറിയ പെട്ടിയാണ്. എനിക്ക് പമ്പരോ? ഇത് നമ്മുടെ ക്ലോക്കാണ്. ക്ലോക്കിൻ്റെ മുള്ളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. എത്ര സാധനങ്ങളുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അതിനനുസരിച്ചിട്ട് ഇവിടെ ഒട്ടിച്ച് വെക്കണം. അപ്പോൾ അത് ക്ലോക്കായി മാറും. അപ്പോൾ ഇത് അവിടെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരു വലിയ പെട്ടിയാണ്. കുറച്ച് വെയിറ്റ് ഉണ്ട്. ഇതെന്താ സാധനം എന്ന് നോക്കാം. അതിനകത്ത് വേറൊരു ബോക്സും കൂടി ഉണ്ട്. ഇത് ഒരു ബുക്ക് ഷെൽഫാണ്. ഞങ്ങൾക്ക് കുറേ ബുക്ക് ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വെക്കാനൊന്നും സ്ഥലം ഉണ്ടായിരുന്നു. ടേബിളിൻ്റെ മേലെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള സാധനമാണ്. അപ്പോൾ ഇതും അറേഞ്ച് ചെയ്യണം. അറേഞ്ച് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. സോ ഇത്രയും സാധനങ്ങളാണ് വന്നിരിക്കുന്നത്. ഏതായാലും വെർത്താണോ ചോദിച്ചാൽ നമ്മളോട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് കൂടുതലാണ്. ഇതിന് ടോട്ടൽ 1300 രൂപയാണ് മൗറീഷ്യൻ മണി ആയത്. അത് കൂടാതെ ഇവർക്ക് ഡെലിവറി ചാർജ് ഇതിൻ്റെ വെയിറ്റിനനുസരിച്ചിട്ട് 600 രൂപ കൊടുക്കും വേണം. ബിക്കോസ് ഈ ടെമു പറഞ്ഞ കമ്പനി ഈ മൗറീഷ്യസ് തന്നെ ഉള്ളതല്ലല്ലോ. ഇത് വേറൊരു കൺട്രിയിൽ നിന്ന് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് വരുന്നതുകൊണ്ട് ആ ഫ്ലൈറ്റിൻ്റെ വരുന്ന ആ സാധനത്തിൻ്റെ വെയിറ്റിനനുസരിച്ചിട്ട് പൈസ കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ഈ വന്ന സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ ബുക്ക് ഷെൽഫ് മാത്രം ഞങ്ങൾക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഡ്രില്ലർ വെച്ചിട്ടേ പറ്റും. അപ്പോൾ ബൈ.